കാണാം ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. മൊബൈൽ ഉപയോക്താക്കൾക്ക് സന്തോഷ വാർത്ത. സിം കാർഡ് പ്രീപെയ്ഡിലും പോസ്റ്റ്പെയ്ഡിലേക്കും ഇനി എളുപ്പം മാറ്റാം. പ്രീപെയ്ഡ്, പോസ്റ്റ്പെയ്ഡ് മൊബൈൽ കണക്ഷനുകൾക്കിടയിൽ മാറുന്ന പ്രക്രിയ OTP അടിസ്ഥാനമാക്കി ടെലികോം വകുപ്പ് ലളിതമാക്കി. ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് 30 ദിവസത്തിനു ശേഷം പ്രീപെയ്ഡിൽ നിന്ന് പോസ്റ്റ്പെയ്ഡിലേക്കോ പോസ്റ്റ്പെയ്ഡിൽ നിന്ന് പ്രീപെയ്ഡിലേക്കോ മാറാൻ കഴിയും. മുമ്പ് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ 90 ദിവസം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് പുനഃക്രമീകരണത്തിനുള്ള നിർബന്ധിത കൂളിംഗ് ഓഫ് കാലയളവ് ടെലികോം വകുപ്പ് കുറച്ചു. നേരത്തെ പ്രീപെയ്ഡിൽ നിന്ന് പോസ്റ്റ്പെയ്ഡിലേക്കോ തിരിച്ചോ മാറിയ ശേഷം തിരികെ മാറാൻ ഉപഭോക്താക്കൾക്ക് 90 ദിവസം വീണ്ടും കാത്തിരിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ 90 ദിവസത്തെ ഈ ലോക്കിൻ കാലയളവ് വെറും 30 ദിവസമായി കുറഞ്ഞു. സർക്കാരിന്റെ ഈ നീക്കം പ്രീപെയ്ഡ്, പോസ്റ്റ്പെയ്ഡ് പ്ലാനുകൾക്കിടയിൽ മാറുന്ന ദശലക്ഷക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാരുതി സുസുക്കി ഡിസയറിന് 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ്. റോഡ് ഗതാഗത മന്ത്രാലയമാണ് ഈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കാർ കമ്പനിയായ മാരുതി സുസുക്കി ഇപ്പോൾ മൈലേജിൽ മാത്രമല്ല സുരക്ഷയിലും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ പുതിയ മാരുതി സുസുക്കി ഡിസയറിന് ഭാരത് NCAPയിൽ നിന്ന് 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ലഭിച്ചു. ഭാരത് NCAPയിൽ മുതിർന്നവരുടെ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ എന്നിവയിൽ 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടി. ഭാരത് NCAP പരീക്ഷിച്ച മാരുതി സുസുക്കി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ കാറുകളിലൊന്നായിരുന്നു ഡിസയർ. മുതിർന്നവരുടെ സംരക്ഷണത്തിൽ സബ് കോമ്പാക്ട് സെഡാൻ 32-ൽ 29.46 പോയിന്റുകൾ നേടിയപ്പോൾ കുട്ടികളുടെ സംരക്ഷണത്തിൽ സെഡാൻ 49-ൽ 41.57 പോയിന്റുകൾ നേടി. ഇന്ത്യ ഗവൺമെന്റിന്റെ റോഡ് ഗതാഗത മന്ത്രാലയമാണ് ഈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഗ്ലോബൽ NCAPയിലെ പോലെ ഭാരത് NCAPയും ഒരു സന്നദ്ധ സുരക്ഷാ സഹായ പദ്ധതിയാണ്. 5 സ്റ്റാർ ഭാരത് NCAP റേറ്റിംഗ് ഡിസയറിന്റെ മറ്റു വകഭേദങ്ങൾക്കും ബാധകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. വില കുറഞ്ഞതും മികച്ച ഫീച്ചറുകളുമായി വിപണി പിടിക്കാൻ iQ. 10,000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന iQ Z10 ലൈറ്റ് 5G ജൂൺ 18-ന് വിപണിയിലെത്തും. ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ iQവിന്റെ അടുത്ത തലമുറ iQ Z10 ലൈറ്റ് സ്മാർട്ട് ഫോൺ ജൂൺ 18-ന് വിപണിയിലെത്തും. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ലാസുകളിൽ പങ്കെടുക്കുക, വീഡിയോകൾ സ്ട്രീം ചെയ്യുക, റീലുകൾ കാണുക, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം ആപ്പുകൾ ഉപയോഗിച്ച് മൾട്ടി ടാസ്കിംഗ് ചെയ്യുക എന്നിങ്ങനെയുള്ള ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ മൊബൈൽ പ്രധാനമായും ഉപയോഗിക്കുകയെന്ന് കമ്പനി പറയുന്നു. സൈബർ ഗ്രീൻ, ടൈറ്റാനിയം ബ്ലൂ എന്നീ നിറങ്ങളിൽ iQ Z10 ലൈറ്റ് ലഭ്യമാകും. മീഡിയാടെക്കിന്റെ ഡൈമൻസിറ്റി 6300 ചിപ്സെറ്റാണ് ഇതിന് കരുത്തു പകരുന്നത്. മികച്ച ഇമേജ് എഡിറ്റിംഗിനും ഉൽപാദനക്ഷമതയ്ക്കുമായി AI ഇറേസ്, AI ഫോട്ടോ എൻഹാൻസ്, AI ഡോക്യുമെന്റ് മോഡ് തുടങ്ങിയ AI പവർ ഉപകരണങ്ങളും ഉൾപ്പെടും. Z10 ലൈറ്റ് 5Gക്ക് പൊടി, വെള്ളം പ്രതിരോധത്തിന് IP64 റേറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് കമ്പനി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെഴ്സിഡീസ് ബെൻസിന്റെ പുതിയ 2 മോഡലുകൾ ഉടൻ ഇന്ത്യൻ വിപണിയിലെത്തും. മെഴ്സിഡീസ് ബെൻസിന്റെ പെർഫോമൻസ് വിഭാഗത്തിൽപ്പെടാവുന്ന AMG GTയുടെ 2 വേരിയന്റുകളാണ് ജൂൺ 27-ന് ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കാനെത്തുന്നത്. മെഴ്സിഡീസ് ബെൻസിന്റെ പെർഫോമൻസ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന AMG GTയുടെ 2 മോഡലുകൾ ജൂൺ 27-ന് ഇന്ത്യയിലെത്തും. സ്റ്റാൻഡേർഡ് 63 4മാറ്റിക് പ്ലസ്, കൂടുതൽ കരുത്തുള്ള GT 63 Pro 4മാറ്റിക് പ്ലസ് എന്നിവയാണിവ. 2ാം തലമുറ AMG GT കൂടുതൽ വലുതും പ്രായോഗിക ഫീച്ചറുള്ളതുമായ വാഹനമായിരിക്കും. 2+2 സീറ്റിംഗ് ലേഔട്ട് കൂടുതൽ സ്പേസ് നൽകും. കൂടുതൽ ബൂട്ട് സ്പേസ്, ടെക് ഫീച്ചറുകളുള്ള ക്യാബിൻ എന്നിവയും പ്രതീക്ഷിക്കാം. 4.0 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ 9 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓൾ വീൽ ഡ്രൈവ് സൗകര്യവുമുണ്ട്. 585 HP കരുത്തും 800 Nm ടോർക്കും ഉണ്ടാകും. GT 63 Proയാവട്ടെ 612 HP കരുത്തും 850 Nm ടോർക്കും ഉണ്ടായിരിക്കും. 2 മോഡലുകളും 3.2 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗതയിൽ എത്തും. പരമാവധി വേഗത GT 63ക്ക് മണിക്കൂറിൽ 315 കിലോമീറ്ററാണ്. പ്രോയ്ക്ക് മണിക്കൂറിൽ 317 കിലോമീറ്ററും. 3 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.